ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. ചൂട് സഹിക്കാൻ പറ്റണില്ല അല്ലേ? അപ്പോൾ ചൂട് ഏറ്റവും കൂടുതൽ ഈ വർഷം നമുക്ക് ചൂടൊക്കെ അനുഭവപ്പെട്ട ഒരു കാലമാണ്. അപ്പോൾ ഈ ചൂട്ടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയുന്ന ഒന്ന് രണ്ട് പേരെന്നെ കുഴഞ്ഞു വീണു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡ്രിപ്പ് ഇട്ടു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ക്ഷീണമൊക്കെ തോന്നിയിട്ട് വയ്യാൻ തോന്നി കൊണ്ടുപോയി ഡ്രിപ്പ് ഇട്ടു. അങ്ങനെ 3-4 പേരുടെ കേസുകൾ നമ്മളിങ്ങനെ കേട്ടു കേട്ടോ. അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ പോലും സഹിക്കാൻ പറ്റണില്ല ചൂട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് പണിക്കൊക്കെ പോകുന്നവരും അതുപോലെ തൊഴിലുറപ്പിനൊക്കെ പോകുന്നവരൊക്കെ എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ എപ്പോഴും വെള്ളം കയ്യിൽ കരുതുക. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നമുക്ക് വീട്ടിൽ പ്രായമായവരുണ്ടെന്നുണ്ടെങ്കിലും എപ്പോഴും വെള്ളം കുടിക്കുക കേട്ടോ. ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും നമുക്ക് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ORS ഒക്കെ കുടിച്ചാൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷുഗറും BP ഒക്കെ ഉള്ളവരൊക്കെ അതനുസരിച്ച് പെരുമാറിയിട്ട് വേണം കേട്ടോ. അപ്പം നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ അയൽപക്കത്തുനിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും തരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭാരം പോലെ ഒരു പാനീയം കേട്ടോ. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. നമ്മുടെ പച്ചമാങ്ങ കൊണ്ടാണ്. അപ്പോൾ പച്ചമാങ്ങ കൊണ്ട് നമുക്ക് ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കാം. അത് നമുക്ക് എന്നൊന്നുമില്ലെങ്കിലും പിന്നെ വേനൽക്കാലം വരുമ്പോൾ എല്ലാവരും നന്നാരി സർബത്തും അതുപോലെ സംഭാരും ഒക്കെ കുടിക്കും. പക്ഷെ നന്നാരി അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള നമ്മൾ ഡ്രിങ്ക്സൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മധുരം കഴിച്ച് ഷുഗർ കൂടാനായിട്ട് ശ്രമിക്കണ്ട. അപ്പോൾ മധുരമില്ലാതെ ഉപ്പൊക്കെ ഒരു നുള്ളൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ അല്ല. അത് മാത്രമല്ല, നമുക്കൊരു നുള്ളു പഞ്ചസാര ചേർക്കണം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അധികം മധുരം ഉപയോഗിക്കാത്ത രീതിയിൽ നമ്മളിതുപോലത്തെ പാനീയങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അത് പാനീയങ്ങൾ കുടിക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ശരീരത്തിന് ദോഷമില്ലാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം എത്തും ചെയ്യും, നിർജ്ജലീകരണം ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ തയ്യാറാക്കാം കേട്ടോ. അപ്പം നമുക്ക് മാങ്ങ കൊണ്ട് ഉണ്ടാക്കാം. പച്ചമാങ്ങ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചമാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ചെനച്ചിട്ടുണ്ട് തോന്നുന്നു. ചെനയ്ക്കുക എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ അല്ലേ, ഞങ്ങളുടെ ഇവിടെ അങ്ങനെ പറയുക. ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കളർ അങ്ങനെ. ശരിക്കും ചെനയ്ക്കാത്ത പച്ചമാങ്ങയാണെന്നുണ്ടെങ്കിൽ പച്ച കളറിൽ തന്നെയാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ പാനീയം ഒരു ലൈറ്റ് മഞ്ഞ കളറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ അത് ഇതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. എന്നാൽ വരും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് മാങ്ങയാണല്ലോ. മാങ്ങ തിരുമണക്കല്ലിൻ്റെ മുകളിലൊക്കെ കയറി ഞാൻ പറഞ്ഞു ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി മുകളിലാണ്. അപ്പോൾ മുകളിൽ ഈ വലുത് നോക്കി പൊട്ടിക്കാൻ വെച്ചിട്ട് അപ്പോൾ 2 മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 4 ഗ്ലാസ് 5 ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്നാൽ ശരി വലുത് പൊട്ടിക്കട്ടെ വെച്ചിട്ട് അതിങ്ങനെ മുകളിൽ നിന്ന് ഒരു കോലുകൊണ്ടൊക്കെ തള്ളി നോക്കി. അവസാനം പൊട്ടിച്ചു. കുറേ പണിപ്പെട്ടാണെങ്കിലും ഞാൻ അങ്ങോട്ട് പൊട്ടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഈ 2 മാങ്ങ കിട്ടിയത്. അപ്പോൾ ആ മാങ്ങ തോലൊക്കെ കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളാക്കി എടുത്തു. അപ്പോൾ ആ കഷ്ണങ്ങളും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കണ പച്ചമുളക് വെച്ചാൽ അതിൻ്റെ പകുതി മതി കേട്ടോ. ഇപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ, വല്ലാണ്ട് എരിവ് വേണ്ട. അപ്പോൾ ഇതെല്ലാം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായി അരച്ചെടുത്തു. എന്നിട്ട് ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഞാനത് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ അരിച്ചെടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് എല്ലാവരും എത്ര ഗ്ലാസ് വേണം വെച്ചാൽ ആ ഗ്ലാസ്സിന് ആവശ്യമായ വെള്ളം ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരയ്ക്കണ സമയത്ത് മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരം ചേർത്തോളൂ കേട്ടോ. അപ്പോൾ ഇതേ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഞങ്ങൾ 3 ആൾക്കാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ആയിട്ടും എന്നാൽ വല്ലാതെ എരിവുമില്ല. അപ്പോൾ മാങ്ങയുടെ ചെറിയ പുളിപ്പും ഒക്കെ. അപ്പോൾ മധുരം ചേർക്കണമെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ഹെൽത്ത് വൈസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മധുരമില്ലാതെ ഉപ്പിട്ടിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇഷ്ടമായോ? അപ്പോൾ ഈ മാങ്ങ വെച്ചുകൊണ്ടുള്ള ഈ ഒരു പാനീയം എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം, ഉണ്ടാക്കാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയപ്പോൾ എന്തായാലും എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെച്ചു. 2 വർഷം മുൻപ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് ഞാൻ ഏലക്കായൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇന്ന് ഏലക്കായൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.